ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ചാനലിൽ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്ത് വളരെ വേഗത്തിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലർക്കും അതിന് സാധിക്കാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കാത്തത് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. എങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു രീതി ഫോളോ ചെയ്താലാണ് നമ്മുടെ ചാനലിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് വളരെ വേഗത്തിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഇത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം ഹൈപ്പും തരാനും മറക്കരുത്. അപ്പം ഞാൻ ഈ പറയുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ട്രിക്ക് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്താണ് ആ ഒരു ട്രിക്ക് എന്ന് പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങളിൽ ഭൂരിപക്ഷം ക്രിയേറ്റേഴ്സും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് മാത്രം ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ വ്യൂസ് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഭയങ്കര മെനക്കേടാണ് നമുക്ക് ലോങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് എനിക്ക് തുടർച്ചയായിട്ട് ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 1000-ൽ പരം വ്യൂസ് എനിക്ക് ഒരു ഷോർട്ട് വീഡിയോ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഷോർട്ട് വീഡിയോസിന്റെ ക്രൈറ്റീരിയ എന്താണ്, ലോങ് വീഡിയോസിന്റെ ക്രൈറ്റീരിയ എന്താണ് എന്ന്? ഷോർട്ട് വീഡിയോസിന്റെ വാച്ച് അവർ ഒരിക്കലും മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൂട്ടില്ല. ഷോർട്ട് വീഡിയോസിന്റെ വ്യൂസ് ആണ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഒരു മോണിറ്റൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോങ് വീഡിയോസ് വെറുതെ അപ്ലോഡ് ചെയ്താൽ പോരാ, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം. യൂട്യൂബിൽ YT സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ വ്യൂവേഴ്സ് എന്ത് കണ്ടന്റ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് പല കാര്യങ്ങളും നമ്മുടെ YT സ്റ്റുഡിയോയിൽ അറിയാനായിട്ട് കഴിയും. നമ്മുടെ വ്യൂവേഴ്സ് ഏത് ടൈമിലാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്, നമ്മുടെ വ്യൂവേഴ്സ് ജെൻസ് ആണോ ലേഡീസ് ആണോ കൂടുതൽ കാണുന്നത്, ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് കാണുന്നത്, എത്ര ഏജ് വരെയുള്ള ആൾക്കാർ കാണുന്നു, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് YT സ്റ്റുഡിയോയിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടന്റ് ആണ് നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യമുള്ളത് എന്ന് അത് ചെക്ക് ചെയ്യേണ്ടത് എന്ന് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി പറഞ്ഞു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴെയായിട്ട് നമുക്ക് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ ഞാനിവിടെ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ എൻ്റെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സ് ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നല്ല നല്ല കണ്ടന്റുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താണ് ആ ട്രിക്ക് എന്ന് പറയാം. നിങ്ങൾ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അതായത് നിങ്ങളുടെ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വ്യൂവർ ഇത് കാണാനിടയാവുകയും കൂടുതൽ സമയം അവരെ നമുക്ക് ആ ഒരു വീഡിയോയിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ വാച്ച് ടൈം ലഭിക്കുകയും അതുപോലെ യൂട്യൂബ് ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ജെന്യുവിൻ ട്രിക്കാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് എവിടെ ലഭിക്കുമെന്ന് പറയാം. പിക്സൽ ആപ്പ്, പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കോപ്പിറൈറ്റ് ഫ്രീ ആണ്. ഒരു ട്രിക്കിനെ പാറ്റേൺ ബ്രേക്ക് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു വ്യൂവർ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ ഇങ്ങനെയുള്ള ക്ലിപ്പുകൾ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന ടൈമിലായിരിക്കും ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലിപ്പ് അവർ കാണാനിടയാവുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ വാച്ച് അവർ കൂടുകയും ചെയ്യും.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കൂടുതൽ നമ്മുടെ അതായത് ആവറേജ് ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് ഒത്തിരി പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അതുവഴി നമുക്ക് മോണിറ്റൈസേഷൻ വളരെ വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമുക്ക് വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ 100% ജെന്യുവൻ ആയിട്ടുള്ള ഒരു രീതിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, അതുപോലെ ആഡ്സെൻസിന് എന്തെങ്കിലും എറർ ഉണ്ട്, പിന്നെ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട്, അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.